നിരന്തരം അപമാനിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി വി.ഡി. സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും കത്ത് നൽകി രാഹുൽ മാങ്കുടലിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ അതിജീവിത ഗവൺമെന്റിന്റെ സമീപനം വളരെ വ്യക്തമാണ്. സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ഏത് അതിക്രമത്തെയും ശക്തമായി നേരിടും. അതിനകത്ത് ആര് എന്ത് എന്നുള്ള പ്രശ്നമില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായുള്ള അതിക്രമങ്ങളെ ശക്തമായി നേരിടും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഈ ഗവൺമെന്റും പോലീസും ഉറപ്പുവരുത്തും. ഓക്കെ, ഇത് രമേശ് ചെന്നിത്തല പറഞ്ഞ് നിങ്ങളെല്ലാവരും കേട്ടല്ലോ. സ്ത്രീകൾക്ക് പൂർണ്ണ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. അവിടുത്തെ റിപ്പോർട്ടർ ചോദിച്ച് നിങ്ങൾ കേട്ടല്ലോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിന്റെ കാര്യത്തിലൊക്കെ. ഇപ്പം അതിജീവിത വന്നിട്ട് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഈ അതിജീവിതയെ കടന്നിട്ട് ഒരുപാട് സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെണ്ണേതാന്ന്? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് പോവാം. അതുപോലെ തന്നെ നമ്മുടെ റിനി ചേച്ചിയുടെ ഒരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാർ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ നടന്നിട്ടുണ്ടായിരുന്നു. ആ വ്യക്തികളെല്ലാവരും കൂടുതലും ആൾക്കാർ ഈ പറയുന്ന കൂട്ട് സത്യപ്രതിജ്ഞ സമയത്ത് വീട്ടിൽ ഇരുന്ന് ടി വി ഇരുന്നൊക്കെ ചെയ്ത്. പിന്നെ ട്രിവാൻഡ്രത്ത് കുറച്ച് ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാർക്ക് കയറാൻ പറ്റിയിട്ടില്ല. പാർട്ടി എതിർത്ത് മറ്റു പാർട്ടിക്കാരുടെ കൂടെ നടന്ന റിനിക്ക് എങ്ങനെ സ്റ്റേജിന്റെ അവിടെ പോകാൻ പറ്റിയെന്നാണ് ആൾക്കാരുടെ സംസാരവും കാര്യങ്ങളൊക്കെ. ആരാണ് ഇവർക്ക് VIP പാസ്വേഡ് കൊടുത്തതൊക്കെ? ഓക്കെ, എന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് സംബന്ധമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇപ്പം വീണ്ടും കുത്തിപ്പൊക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിജീവിത ഇപ്പൊ ഇത് ഈ മുഖ്യമന്ത്രി വി.ഡി. സതീശനും പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്കൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ ഇവരൊന്നും ചെയ്തില്ലെങ്കിൽ ഇത് വെച്ചിട്ട് ഇനി എതിർ പാർട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഓക്കെ റിനി എന്ന് പറയുന്നവളെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അവിടെ ഇവിടെയും ചാർന്ന് വരുത്തിയ. ഓക്കെ, ഇത് നമുക്ക് വീട്ടിലോട്ട് പോകാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ല പൊളിറ്റിക്സ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിപ്പോൾ സബ്സ്ക്രൈബ്സ് ഒന്നും കയറുന്നില്ല. നിങ്ങളൊന്ന് സബ് ചെയ്യുക, ഫോളോ ചെയ്തേക്കുക, ലൈക്കും കൂടെ അടിക്കുക. രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ മാത്രം ലൈക്ക് അടിക്കുക. താഴെ കമന്റും കൂടെ കൊടുത്തേക്കണം. റിനിയെ കുറിച്ചുള്ള കമന്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് എന്തായാലും വേണം. ഇപ്പോൾ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരെ ലൈക്ക് അടിച്ച ഹൈപ്പ് അതും കൂടെ കയറ്റി വിട്ടോ. എന്നാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം അപമാനിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി വി.ഡി. സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും കത്ത് നൽകി രാഹുൽ മാങ്കുടലിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ അതിജീവിത മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ദീപ ജോസഫ് വ്യക്തിഹത്യ നടത്തുന്നു. മൃതദേഹത്തിന് പോലും ആദരവിനും അന്തസ്സിനും അവകാശമുണ്ട്. എന്നാൽ താൻ പൊതുസമൂഹത്തിൽ നിരന്തരം അപമാനിക്കപ്പെടുന്നുവെന്നും കത്തിൽ അതിജീവിത പറയുന്നു. ഏതായി അതിജീവിത? ഞാൻ ചോദിച്ചോട്ടെ, പരസ്പര സമൂഹത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ട് അതെങ്ങനെ അതിജീവിതയാവും? ക്രൂരമായിട്ട് എന്തെങ്കിലും ചെയ്തോ? അവരുടെ സമ്മതമില്ലാതാണോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവൻ കാട്ടിക്കൂട്ടിയെങ്കിൽ ഈ പറയുന്ന വ്യക്തിക്കെതിരെ ഇപ്പൊ പോലീസ് നല്ല രീതിയിൽ ഇതെടുത്താനെ, ആക്ഷൻ എടുത്താനെ. ഓക്കെ, കേസും കാര്യങ്ങളൊക്കെ പോയി നല്ല രീതിയിൽ ചർച്ച ചെയ്ത് എന്തുകൊണ്ട് കോടതി വെറുതെ വിട്ടു? മൂന്നാമത്തെ കേസ് കേട്ടില്ല, കാനഡയിൽ നിന്ന് ഒരു യുവതി ചുമ്മാ ഒരു മെയിൽ അയച്ചപ്പോഴത്തേക്കാണ് ഈ രാഹുലിനെ വന്ന് അറസ്റ്റ് ചെയ്തത്. അതെന്തുകൊണ്ട്? ശബരിമല വിഷയങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി ആ സമയത്ത് കാണിച്ച കുറെ കോപ്രായങ്ങൾ മാത്രം. ഇതൊന്നും ജനങ്ങൾക്ക് അറിയത്തില്ലെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഈ മീഡിയക്കാർ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ സർക്കാർ അവന്മാർക്ക് പിന്നെ പല കാര്യങ്ങളും ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടി ഈ പറയുന്ന രാഹുലിന്റെ വിഷയം എടുത്ത് അങ്ങ് ഇടുകയും ചെയ്ത് അറസ്റ്റും ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കോടതി വന്നപ്പോഴത്തേക്ക് ദേ കിടക്കുന്നു ഇല്ലേ നമ്മുടെ ദൃശ്യം 2 കൂട്ട് എന്താ ഈ DNA വരണ്ടേ അല്ലെന്ന് പറയുന്ന പോലെ ആയിപ്പോയി. കാര്യങ്ങളെല്ലാം തകടം പറഞ്ഞു. അതിജീവിത എന്തിനാ ഇവരൊക്കെ അതിജീവിത എന്ന് പറയുന്നത് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇതൊക്കെ ഭയങ്കര തെറ്റായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഈ ന്യൂസിൽ കൂടെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്നത്. നമ്മൾ ആരെങ്കിലും ആ പെണ്ണിനെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഒരു ന്യൂസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഓക്കെ, ബാക്കി കൂടെ വെക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ അതിജീവിതയാണ് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും കത്ത് നൽകിയത്. വൈകാരിക പരാമർശങ്ങളോടെയാണ് കത്ത്. മൃതദേഹത്തിന് പോലും ആദരവിനും അന്തസ്സിനും അവകാശമുണ്ട്. എന്നാൽ താൻ പൊതുസമൂഹത്തിൽ നിരന്തരം അപമാനിക്കപ്പെടുന്നുവെന്നും അതിജീവിത കത്തിൽ പറയുന്നു. മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഇവിടെ പൊതുസ്ഥലത്ത് കൂടുതൽ ആൾക്കാർ കുറ്റം പറയുന്നത് മറ്റാരെയല്ല, റിനിയാണ് ഇവിടെ ആൾക്കാരെ എടുത്തിട്ട് ഉടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. റിനിക്ക് പട്ടി വരെയാണ് ജനങ്ങൾ കൊടുക്കുന്നത്. അവളെ കുറ്റം പറയുന്നത്. നമ്മൾ ഈ അതിജീവിത ആൾക്കാരെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. നമ്മൾ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് സംസാരിക്കുന്ന പോലുമില്ല. ഓരോ കേസ് കെട്ടിലും രാഹുൽ മാങ്കൂട്ടത്തിന് എന്താ പറയണ്ടേ, കോടതിക്ക് നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെയാണ്. അദ്ദേഹത്തിന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്. പുള്ളി നിരപരാധി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും വരുന്നത്. പിന്നെ എന്തിനാണ് ഇവന്മാരൊക്കെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പടച്ചു വിട്ടിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഈ ന്യൂസിന്റെ പേരും പറഞ്ഞ് ഭയങ്കര ഇതാണ് നടക്കുന്നത്. കാരണം ഒരു ചെറിയൊരു കാര്യങ്ങൾ വളച്ചൊടിച്ചാണ് അവർ വിടുകയൊക്കെ ചെയ്യുന്നത്. പിന്നീട് ഇതിന്റെ സത്യാവസ്ഥ പറയാൻ നേരത്താണെങ്കിലോ
ഒരു അക്ഷരം മിണ്ടത്തുമില്ല. ഇപ്പൊ രാഹുൽ നിരപരാധിയാണെങ്കിൽ അതൊന്നും കോടതി സംസാരിക്കത്തില്ല. അവിടെ അതിജീവിത അത് ഇത് മറ്റേത് മറിച്ചത് എന്തൊക്കെയാണ് ഈ നാടകങ്ങൾ അടിച്ചുവിടുന്നതെന്ന് ആലോചിച്ച് നോക്കുന്നത്. ദീപ ജോസഫ് തനിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നത്. ട്രോമയിൽ നിന്നും പുറത്തു കടക്കാൻ ഈ ഒരു വീഡിയോ ഇപ്പൊ കാണിക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ, ഇന്ന് രാവിലെ അവര് ഡൽഹിയിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ കൈരളിക്കാർ പോയി എടുക്കുന്നു വിഷ്വലും കാര്യങ്ങളൊക്കെ അവരെടുക്കണ്ടെന്നുള്ള രീതി കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തതിന്റെ വീഡിയോ ഒന്നും വൈറലായിരുന്നു. ദീപ കണക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന അതിജീവിത മാർക്ക്. ഓക്കെ, അതിലോട്ട് വരാം. തന്നെ ദീപ ജോസഫ് നിരന്തരം വേട്ടയാടുന്നുവെന്നും കത്തിൽ അതിജീവിത ചൂണ്ടിക്കാട്ടുന്നു. ദീപ ജോസഫ് ഡൽഹിയിൽ മാധ്യമങ്ങളോട് നടത്തിയ പരാമർശങ്ങളും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് കത്ത്. അതിജീവിത നൽകിയ പരാതിയിൽ ദീപ ജോസഫിനെതിരെ എടുത്ത FIR റദ്ദാക്കണമെന്ന ആവശ്യം കടുത്ത വിമർശനങ്ങളോടെ സുപ്രീം കോടതി തള്ളിയിരുന്നു. 24 ഡൽഹി. ഓക്കെ. ഈ ദീപ ജോസഫ് നേരത്തെ പറഞ്ഞതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വരുന്ന പറയുന്നതിന്റെ ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. റീനയെ റീനി വന്നിട്ട് ഒരു ഇന്റർവ്യൂ പറയുന്നു. ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് പോർഷൻ എടുത്തിട്ട് ചാനലുകൾ എടുത്തിട്ട് സംസാരിക്കുന്നു. ഹൂ കേസ് എന്നൊരു ഇന്റർവ്യൂ കൊടുക്കുന്നു. എന്തൊക്കെ പരിപാടികളാണ് ചെയ്ത് കൂട്ടി. അത് കഴിഞ്ഞിട്ട് 1ാമത്തെ പെണ്ണ് വരുന്നു, 2ാമത്തെ പെണ്ണ് വരുന്നു, 3ാമത്തെ പെണ്ണ് വരുന്നു. രാഹുൽ ഇലക്ഷന് നിൽക്കുമായിരുന്നെങ്കിൽ 4ാമത്തെ പെണ്ണ് വന്നേനെ. ഇങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. മൊത്തം 5 പെണ്ണുങ്ങളെ വരെ സെറ്റ് ചെയ്തെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാം കോമഡി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, രാഹുൽ കേസ് അതിജീവിതയെ ആക്ഷേപിച്ചെന്ന കേസിലെ പ്രതി നേരത്തെ ന്യൂസ് ആട്ടോ, അത് ഞാനൊന്ന് വെച്ചുതരാം. അഭിഭാഷക ദീപ ജോസഫിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. അഭിഭാഷക പ്രയോഗിച്ച വാക്കുകൾ ഞെട്ടലുണ്ടാക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ്. നിങ്ങളൊരു വനിതാ അഭിഭാഷകയല്ലേ എന്നും ബലാത്സംഗ കേസ് പ്രതിയുടെ പബ്ലിക് അഡ്വക്കേറ്റ് ആണോ നിങ്ങളെന്നും കോടതി ചോദിച്ചു. ദീപയുടെ ഹർജി തള്ളിയ കോടതി ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചു. വിശദാംശങ്ങൾ ജിതിൻ ചന്ദ്രൻ നൽകും. ജിതിൻ, എന്തൊക്കെ വിമർശനങ്ങളാണ് കോടതി ഉന്നയിച്ചത്? ബിജു, അതിരൂക്ഷമായ വിമർശനം, തുടർച്ചയായ വിമർശനമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൽ നിന്ന് ദീപ ജോസഫിന് നേരിടേണ്ടി വന്നത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടം കേസിലെ ആദ്യ അതിജീവിതയെ ഫേസ്ബുക്കിലൂടെ അടക്കം അധിക്ഷേപിച്ചു എന്ന കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ദീപ ജോസഫ് ഹർജി നൽകിയിരുന്നത്. ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് തന്നെ കോടതി ചോദിച്ചത് ഇതുപോലുള്ള ഭാഷയാണോ നിങ്ങൾ പ്രയോഗിക്കുന്നത് എന്നതാണ്. ഒരു അഭിഭാഷകയല്ലേ നിങ്ങൾ, ഇത്തരം ഭാഷയാണോ ഉപയോഗിക്കുന്നത്, അതൊരു അഭിഭാഷകയ്ക്ക് യോജിച്ച ഭാഷയാണോ എന്നാണ് സുപ്രീം കോടതി ആദ്യം തന്നെ ചോദിച്ചത്. എന്നാൽ താൻ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുകയോ അധിക്ഷേപകരമായി ഒന്നും തന്നെ പറയുകയോ ചെയ്തിട്ടില്ല എന്നതായിരുന്നു ദീപ ജോസഫിന്റെ മറുപടി. എങ്കിലും ചീഫ് ജസ്റ്റിസ് രൂക്ഷമായ വിമർശനം വീണ്ടും തുടരുകയായിരുന്നു. ഈ അഭിഭാഷകർ ഉപയോഗിച്ച ഈ വാക്കുകൾ കേട്ടപ്പോൾ തനിക്ക് ഞെട്ടലുണ്ടായി, ഈ വാക്കുകൾ വായിച്ചപ്പോൾ ഞെട്ടൽ തോന്നി എന്നതാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞത്. ഒപ്പം തന്നെ ഈ ഹർജിയിൽ ഇടപെടാനില്ല. കേരള ഹൈക്കോടതിയെ സമീപിക്കാൻ എളുപ്പമാണ്. എന്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചില്ല? രാജ്യത്ത് തന്നെ ആദ്യം ഡിജിറ്റലൈസേഷൻ നടപ്പാക്കിയ ആധുനിക കോടതികളിലൊന്നാണ് കേരള ഹൈക്കോടതി. ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് തന്നെ കേരള ഹൈക്കോടതിയെ സമീപിക്കാമല്ലോ എന്നെല്ലാം തന്നെ ഇന്ന് ചീഫ് ജസ്റ്റിസ് പറയുകയുണ്ടായി. ഒപ്പം തന്നെ ഈ അതിജീവിതയുടെ ഭർത്താവ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് താൻ പങ്കുവച്ചത് എന്നതായിരുന്നു ദീപ ജോസഫ് ആ സമയത്ത് നൽകിയ ഒരു മറുപടി. അതിജീവിതയുടെ ഭർത്താവ് തങ്ങളോട് രഹസ്യമായി പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അത് പരസ്യമാക്കിയത്, അതൊരു പ്രൊഫഷണൽ സമീപനമാണോ എന്നും കോടതി ആ സമയത്ത് ചോദിക്കുകയുണ്ടായി. ഈ കേസിലെ പ്രതിയുടെ ഒരു അഭിഭാഷക അല്ലെങ്കിൽ ഒരു പബ്ലിക് അഡ്വക്കേറ്റ് എന്നുള്ള പോലെയാണ് നിങ്ങൾ പെരുമാറിയത്. ഒരു പുരുഷനായാണ് ഈ വാക്കുകൾ, ഈ പരാമർശങ്ങൾ നടത്തിയിരുന്നത് എങ്കിൽ തങ്ങൾ അറസ്റ്റ് ചെയ്യുമായിരുന്നു. സ്ത്രീ എന്ന പരിഗണന നൽകിക്കൊണ്ട് മാത്രമാണ് അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് എന്ന മുന്നറിയിപ്പും സുപ്രീം കോടതി ഇന്ന് നൽകുകയുണ്ടായി. അങ്ങനെ ഈ കേസ് പരിഗണിച്ച ഇവർക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെയാണ്. കാരണം ഞാൻ ഒറ്റ കാര്യം പറയാം, എല്ലാം സമൂഹത്തോടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴത്തേക്കോ രാഹുലിന്റെ നെഞ്ചത്തോട്ട് കയറി ചെല്ലുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടെ, ഗണേഷ് കുമാർ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ നേരത്തെ മെമ്പർമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, MLA മാരും മെമ്പർമാരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അവർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടുമ്പോഴും പരസ്പര സമൂഹത്തോടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അപ്പോൾ ഒന്നൊരു വിഷയമേ ഇല്ലായിരുന്നു. ഇതിപ്പോൾ കോൺഗ്രസ്സുകാരനായ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ചെയ്തപ്പോഴാണ് വിഷയങ്ങളായത്. അപ്പോൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്തുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യും. എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്, പരസ്പരം ഇഷ്ടപ്പെട്ടു, എല്ലാം ഷെയർ ചെയ്തു, അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, ഫ്ലാറ്റ് ഓർഡർ ചെയ്യുന്നു, അത് ചെയ്യുന്നു, മറ്റേത് ചെയ്യുന്നു, ഇതെങ്ങനെയുണ്ട് അതെങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഒരു വിഷയം വന്ന് കഴിയുമ്പോൾ ഇപ്പം ഒന്ന് ആലോചിച്ച് 3-4 വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരിക, ഓഫർ കൊടുക്കുക, എന്തൊക്കെയാണ് നടക്കുന്നത്? എന്തായാലും കൊള്ളാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഇപ്പോഴും വീണ്ടും അദ്ദേഹത്തിനെ വേട്ടയാടാൻ വേണ്ടി ഓരോരുത്തർ ഇറങ്ങിയിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. അത്രയും ഞാൻ പറയത്തുള്ളൂ. എന്നാലും കോൺഗ്രസിലോട്ട് ഈ കേസ് കഴിഞ്ഞാൽ രാഹുൽ തിരിച്ചു വരും, 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ഇപ്പോൾ രാഹുലിന്റെ കേസ് കെട്ടുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് മൂവ് ആണെന്നാണ് പാർട്ടിയുടെ തീരുമാനവും കാര്യങ്ങളൊക്കെ. മീൻസ് പാർട്ടിയുടെ അല്ല, ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ആക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സംഭവിക്കുക. ഫേസ്ബുക്കിൽ കാണുവാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം, ഇതിലാണെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കാം, ലൈക്ക് മറക്കല്ലേ. ബൈ, ലവ് യു ഗൈസ്.